ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ബ്രെഡ് സാൻഡ്വിച്ചാണ് കേട്ടോ. ബ്രെഡും മുട്ടയും മയോണൈസും കൂടി ചേർത്തിട്ടുള്ള സാൻഡ്വിച്ചാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കുട്ടികൾക്ക് അടക്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ കുട്ടികളും ഉണ്ടാക്കലുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അത്ര ഈസിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം സാൻഡ്വിച്ച് ഉണ്ടാക്കാം. 3 വെളുത്തുള്ളി അല്ലിയായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഞാൻ നടു കട്ട് ചെയ്തിട്ടാണ് തൊലി മാറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അല്ലാതെ എടുക്കാം കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. നല്ല ഉണങ്ങിയിട്ടുള്ള ജാറ് വേണം കേട്ടോ. അത് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി നാരങ്ങൻ്റെ നീര് കേട്ടോ. അപ്പോൾ നാരങ്ങ നീര് ഇല്ല, നാരങ്ങ ഇല്ലാത്ത ആളുകൾക്ക് വിനാഗിരി 1/2 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ മതി, കാരണം പുളി ഏറാൻ പാടില്ല. പിന്നെ അതൊരു മുട്ടയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. മഞ്ഞക്കരുവൊടുക്ക തന്നെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് നമുക്ക് വൈകുന്നേരത്തിന് കുട്ടികൾ വരുമ്പോഴത്തേന് ഉള്ളത് മാത്രമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് അധികമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഒരു 12 പീസ് ബ്രെഡ് കാക്കാനുള്ളത് ഉണ്ടാവും, അതുകൊണ്ടാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ട് അങ്ങനെ ഞാൻ 4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിൻ്റെ ജാറ് ചൂടാവാൻ സമ്മതിക്കരുത് കേട്ടോ. കുറച്ച് ഇടവിട്ടിട്ടൊക്കെ അടിച്ചു കൊടുക്കുക. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കട്ടിയായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ അതാ അവസാനത്തും കൂടി ഞാൻ ആക്കിയിട്ടുണ്ട്. ഇതുകൂടി ആക്കി അടിച്ചെടുത്തപ്പോൾ നല്ല കുറച്ച് തിക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം ആവണമെങ്കിൽ കുറച്ച് നേരം അടിച്ചാൽ മതി. ഞാൻ ഇതേ ഒരു പരുവം മതി. ബ്രെഡിൽ നമുക്ക് തേച്ച് കൊടുക്കാനാണല്ലോ. അപ്പോൾ അതങ്ങനെ ഒരു ചാടുന്നൊരു ടൈപ്പിലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് കുറച്ച് ഓയിലാക്കിയിട്ട് ഓയിലോ എന്താ ആക്കട്ടോ ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ 2 ഭാഗവും അങ്ങോട്ടോട്ട് പെട്ടെന്നാവട്ടെ, ചെറിയ തീയിലാക്കി തന്നെ വെച്ചാൽ മതി. നല്ല ചപ്പിച്ച് കൊടുക്കൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ മുകളിലും എണ്ണ ഒന്നാക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ 12 പീസോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും 2 പീസ് വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറവാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ എടുക്കുക. മയോണൈസ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാം. പിന്നെ അത് ഞാൻ ഫുള്ള് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ട ഈ ഒരു ഇതിൽ കിട്ടിയാൽ മതി കേട്ടോ, നല്ല കരിഞ്ഞും വേണ്ട, ഒരു പാകത്തിന്. പിന്നെ 2 മുട്ടയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ മുട്ട എടുക്കുക, കുറവാണെങ്കിൽ കുറച്ച് ഒന്നൊക്കെ എടുത്താൽ മതിയാവും. ഇപ്പോൾ 2 ഇതെടുത്തിട്ട് ഒരു സവാള ചെറിയൊരു സവാളൻ്റെ പകുതിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കം, തക്കാളി എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ അതൊന്നും ഇതിൽ കടിക്കണ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിത് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കയ്യിൽ അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ട്, തക്കാളിയൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ മുട്ട ഇതിങ്ങനെ തന്നെ ഒരു വലിയ പാൻ വെച്ചിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഇതല്ല ഇങ്ങനെയാണെങ്കിൽ ചെയ്യാം. നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. സിമ്പിളാണ്, ഈസിയാണ്, ആർക്കും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കണം. അപ്പോൾ ഇതാ ഞാനത് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചട്ടിയിൽ നിന്നൊക്കെ പോരുന്ന പരിവായി ഇപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന ആ ഒരു ഇതിൽ നമുക്കിത് ഞാനിതങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരു ബ്രെഡ് വെച്ചിട്ട് മയോണൈസ് നന്നായിട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ ബ്രെഡ് ചൂടാവണം കേട്ടോ, അല്ലെങ്കിൽ മയോണൈസ് പിന്നെ ഒന്നും കൂടി വെള്ളമായി വരും. അപ്പോൾ വേണ്ട ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ആ ഒരു മുട്ട പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ക്യാപ്സിക്കും തക്കാളി ഒക്കെ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടമില്ലാത്തതിനും കൊണ്ടാണ് വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാവും. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഈ ഭാഗത്ത് കൂടി വെച്ചിട്ട് ഞാനത് അങ്ങോട്ട് മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. വേണ്ട ഞാൻ ഫുള്ള് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ സ്കൂളിട്ട് വന്ന് ആ സമയമായിക്കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അല്ലൂനൊക്കെ ഒന്ന് കൊടുത്ത് നോക്കിയിട്ട് അവൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ വേറെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.